ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞാനത് ഞങ്ങൾ ചർച്ചിലെ മെസ്സേജില് ഞാൻ ഒരു കാര്യം പറയുമായിരുന്നു. അതായത് കർത്താവ് നമുക്ക് വേണ്ടി ഒത്തിരി പാടുപെട്ടു, അവസാനത്തുള്ള രക്തവും ചൊരിഞ്ഞ് നമുക്ക് വേണ്ടി മരിച്ചു. അപ്പോ ഈ ലോകത്ത് വേറെ ഒരു പാപി ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രമേ, അല്ലെങ്കിൽ നിങ്ങൾ ആരാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ഇപ്പൊ ടീനേജേഴ്സിന് വേണ്ടി മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടി പറയുക, ഈവൻ ഇഫ് യു ആർ ദ ഒൺലി സിന്നർ, ഈ ലോകത്ത് ബാക്കി എല്ലാവരും സമൂഹം റൈച്ചസ് ആൻഡ് ഐ ഹാപ്പൻ ടു ബി ദ ഒൺലി സിന്നർ, ഞാൻ മാത്രമേ പാപിയായിട്ടുള്ളൂ എന്നിരിക്കട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ യേശു എനിക്ക് വേണ്ടി ഒന്ന് മരിക്കുമായിരുന്നോ? അതായത് കർത്താവ് എനിക്ക് വേണ്ടി വന്ന് ഇങ്ങനെ ക്രൂസ് സ്വർഗം വിട്ടിറങ്ങിയല്ലോ. അവൻ അവൻ എന്നെ സ്നേഹിച്ചു ക്രൂസിൽ മരിപ്പാൻ സ്വർഗം വിട്ടിറങ്ങിയല്ലോ. എൻ യേശുവേ നിന്റെ നാമമേ എന്റെ ആത്മാവിനാധാരമേ. യാഹ എന്ന ശക്തനാം ദൈവമല്ലോ എന്നുള്ള നമ്മുടെ സോങ്ങിലെ പാട്ടാ. അപ്പൊ ഞാൻ ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന വെച്ചാല്, എനിക്ക് എന്റെ ഹൃദയത്തിലെ ദൈവം എന്ന് വെച്ചാൽ അവൻ എന്നെ സ്നേഹിച്ച് ക്രൂശിൽ മരിപ്പാൻ സ്വർഗം വിട്ട് ഇറങ്ങിയല്ലോ വെച്ചാല്, കർത്താവ് ഇങ്ങനെ കാണുവാണ്. ഈ സന്ദീപ് എന്ന് പറഞ്ഞ ഒരാള് ഇവിടെ ഇന്ന കാലഘട്ടത്തില് ഇവന് ഇവിടെ ജീവിക്കും. അപ്പോ കർത്താവ് അത് കണ്ട് അവനെന്നെ സ്നേഹിച്ച് ക്രൂശിൽ മരിക്കാൻ വേണ്ടി കർത്താവ് കർത്താവിനെ അങ്ങ് ഇരിക്കപ്പുറത്ത് ഇല്ലാത്ത കർത്താവ് അങ്ങ് സ്വർഗ്ഗം വിട്ടങ്ങ് ഇറങ്ങി. ഐ റിയലി ബിലീവ് ദാറ്റ് കർത്താവ് നമ്മൾ ഓരോരുത്തരെയും, എന്നെ മാത്രമല്ല നമ്മൾ ഓരോരുത്തരും അതുപോലെ കർത്താവ് ഫോഴ്സോ നമ്മളിങ്ങനെ നമ്മളുടെ സ്വയ ജീവിതത്തില്, നമ്മളുടെ പാപജീവിതത്തിൽ നമ്മളിങ്ങനെ വാലോ ചെയ്ത് നമ്മളിങ്ങനെ പാപിയായിട്ട് ഒരു ആശയമില്ലാതെ പ്രത്യാശയില്ലാതെ ഒരു ഉറപ്പൊന്നും ഇല്ലാതിരിക്കുന്നതൊക്കെ കർത്താവ് കണ്ട് എന്റെ മകള് ഈ 21-ാം നൂറ്റാണ്ടില് ഇവിടെ തിരുവനന്തപുരത്ത് ഇവിടെ ജീവിക്കുന്ന എന്റെ കുഞ്ഞ് ഇതുപോലെ ഉള്ളത് കണ്ട് കർത്താവിന് ഇരിക്കപ്പുറതിയില്ല. അപ്പൊ ഈ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ വിട്ട് വരാൻ സമയമാവേണ്ട സമയത്ത് അവർ വന്നില്ലെങ്കിൽ പേരൻസിന് ഇരിക്കപ്പുറതിയുണ്ടോ? അവർക്ക് ഇരിക്കപ്പുറതിയില്ല, അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അയ്യോ എന്റെ കുഞ്ഞ് വന്നില്ല, സ്കൂൾ ബസ് എന്തിയാ താമസിച്ചേ, അയ്യോ അവിടെ വിളിക്കുന്നു, ഫോൺ വിളിക്കുന്നു, ബസ്സിന് ഡ്രൈവറെ വിളിക്കുന്നു, നമ്മൾ അങ്ങോട്ട് പോകാൻ നോക്കുന്ന വെച്ചാൽ ഒരു നിങ്ങൾ പേരൻസ് ആയിട്ടുള്ളവർക്ക് അറിയാം. അതുപോലെ ദൈവത്തിന് ഇരിക്കപ്പുറതി, കർത്താവിന് ഇരിക്കപ്പുറതി ഇല്ലായിരുന്നു. കർത്താവ് ഓഫ്കോഴ്സ് ആ ഒരു പെർഫെക്റ്റ് ടൈം വരെ വെയിറ്റ് ചെയ്തു, പക്ഷെ കർത്താവിന് ഇരിക്കപ്പുറതി ഇല്ലായിരുന്നു. കർത്താവ് ഞാൻ പറഞ്ഞ വെച്ചാല്, ഈ ലോകത്ത് ആരും ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ഹോളി സ്പിരിറ്റ് വിൽ ഹെൽപ്പ് യു ടു ഇമാജിൻ ദാറ്റ് ഇസ് എ ട്രൂത്ത് ആക്ച്വലി, ബിക്കോസ് ദാറ്റ് പേഴ്സണൽ ഇസ് ലോർഡ്സ് ലവ് ഫോർ മീ ആൻഡ് ഫോർ ഈച്ച് വൺ ഓഫ് യു. ഇപ്പൊ ഞാൻ മാത്രമേ ഈ ലോകത്ത് പാപിയായിട്ട് ഉണ്ടായിരുന്നുള്ളെങ്കിൽ പോലും കർത്താവ് കാണുവാണ്, ഇന്ന ഒരാൾ മാത്രമേ പാപിയായിട്ടുള്ളൂ, ബാക്കി എല്ലാവരും നീതിമാന്മാര്. പക്ഷെ ആ പാപിയായിട്ടുള്ള എന്റെ മകൻ, എന്റെ മകള് അത് നരകത്തിൽ അവൻ ചെന്ന് നിത്യമായിട്ട് നശിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ക്രൂസില് മരിക്കാനായിട്ട് ഞാൻ സ്വർഗം വിട്ടിറങ്ങി. ഞാൻ ഒരു ഭ്രൂണമായിട്ട് ഒരു കുഞ്ഞായിട്ട് ജനിക്കുന്നു, ഞാൻ വളരുന്നു, എല്ലാ മാതൃകയെല്ലാം ആയിട്ട് കർത്താവ് ജീവിക്കുന്നു. അവസാനം കർത്താവിനങ്ങ് ഫുൾ ഗ്രോൺ മാനായിട്ട് വന്നങ്ങ് മരിച്ചാൽ പോരായിരുന്നു. കർത്താവ് നമുക്ക് എല്ലാവർക്കും മാതൃകയാകാൻ വേണ്ടി ഒരു കുഞ്ഞായിട്ട് ജനിച്ച് വളർന്നു വന്ന് അത് കഴിഞ്ഞിട്ട് അവസാനം കർത്താവ് ഒരു പാപയാഗമായി തീർന്നു, സിൻ ഓഫറിംഗ് ആയി തീർന്നു. പഴയ നിയമത്തില് സിൻ ഓഫറിംഗ് വേണമായിരുന്നു, സിൻസ് ഫൊർഗീവ് ചെയ്യാൻ. പാപയാഗം നമ്മൾ ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ പാപയാഗത്തിന്റെ രക്തമെല്ലാം ഒഴുകണം. കർത്താവിന് നമുക്കായിട്ട് നിത്യ നരകാഗ്നി ആ ക്രൂശിൽ കർത്താവ് സഹിച്ചു. പക്ഷെ കർത്താവ് ഈ രക്തമെല്ലാം കൂടി ഒഴുക്കി കളയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അവസാനത്തിൽ രക്തവും ചൊരിഞ്ഞല്ലോ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ആലങ്കാരികമായിട്ട് അങ്ങ് പ്രാർത്ഥന പറയുന്നതായിരിക്കും. പക്ഷെ ശരിക്കും അക്ഷരികമായിട്ട് കർത്താവ് അവസാനത്തിൽ രക്തം ഒഴുക്കി. എന്തിനു വേണ്ടി വെച്ചാൽ എനിക്ക് വേണ്ടി, എന്നുവെച്ചാൽ പാപയാഗമാകുന്ന മൃഗത്തിന്റെ രക്തം മൊത്തം ഒഴുകി കളയണം. നമ്മളത് ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിൽ വായിക്കുന്നേ, ഓൾ ദ ബ്ലഡ് ഹാസ് ടു ബി ഷെഡ് അറ്റ് ദ ബേസ് ഓഫ് ദ ഓൾട്ടർ. അപ്പം കർത്താവ് 7 തവണ രക്തം ഒഴുക്കിയതായിട്ട് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. 7 തവണ ആ മഹാപുരോഹിതന് അതിവിശുദ്ധ സ്ഥലത്ത് ചെന്ന് 7 തവണ ഈ മൃഗത്തിന് രക്തം തളിക്കണം പാപശുദ്ധിക്കായിട്ട്. നമ്മൾ ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും ഇത് വായിക്കുന്നുണ്ട്. അപ്പം കർത്താവ് 7 തവണ രക്തം ഒഴുക്കി. ആദ്യം ലൂക്കോസ് 22:44 വേർപ്പ് രക്തമായിട്ട് മാറി. ഹെമറ്റോഹൈഡ്രോസിസ് എന്ന് പറയും. ഭയങ്കര എക്സ്ട്രീം സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ ടൈനി കാപ്പിലറീസ് അറൌണ്ട് ദ സ്വെറ്റ് ഗ്ലാൻസ് ബസ്റ്റ് ഔട്ട് ചെയ്ത് വേർപ്പിലൂടെ രക്തം വരും. അതൊരു വെരി റെയർ മെഡിക്കൽ കണ്ടീഷനാണ്. അത് കർത്താവിന് ഉണ്ടായത്. അത് ലൂക്കോസ് 22:44 നമ്മൾ വായിക്കുന്ന രക്തം അവിടെ രക്തച്ചൊരിച്ചിൽ ഗത്സമന തോട്ടത്തിൽ നിന്നേ കർത്താവിന് രക്തച്ചൊരിച്ചിൽ തുടങ്ങി. പിന്നെ കർത്താവിന്റെ മുൾക്കിരീടം വെച്ചപ്പം തലേന്നുള്ള ആ വെയിൻസ് എല്ലാം അവിടെ തലേന്നുള്ള രക്തം എല്ലാം കുളിക്കാൻ തുടങ്ങി. പിന്നെ ബാക്ക് എല്ലാം കൂടെ അവര് പുറം അടിച്ചു പൊളിച്ചു. റോമൻ പടയാളി ഉഴുതുമറിച്ചു എന്ന് നമ്മള് 129-ാം സങ്കീർത്തനത്തിന്റെ 2-3 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. പുറം ഉഴുവുചാല് പോലെ ആക്കി, പ്ലൗഡ്.
അപ്പൊ അത്രമാത്രം ആ റോമൻ സ്കേർജിങ് ഒക്കെ അത്രയും ഷാർപ്പ് മെറ്റൽ പീസസും ബോൺ പീസസും ഒക്കെ വെച്ച് അതുപോലെ കർത്താവിനെ ഇട്ട് അടിച്ച് രക്തമെല്ലാം കൂടെ അവിടെ എല്ലാം രക്തമെല്ലാം ഒഴുകി അത് കഴിഞ്ഞിട്ട് ഒരു ഉടുപ്പ് ഇടിപ്പിക്കുന്നു, അത് മാറ്റി മറ്റേ ഉടുപ്പ് ഇടിപ്പിക്കുമ്പോൾ ഈ ആ ഉടുപ്പ് മാറ്റുമ്പോഴത്തേക്ക് ആ മാംസം കൂടി ഇങ്ങനെ ഇളകി വരും. അപ്പൊ അതുപോലെ ഇത്രയും എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ അതുപോലൊക്കെ അതെല്ലാം കർത്താവ് ആർക്ക് വേണ്ടിയാ സഹിച്ചേ? എനിക്ക് വേണ്ടിയാ സഹിച്ചേ. വേർപ്പ് രക്തമായി, പിന്നെ തലയില് രക്തച്ചൊരിച്ചില്, പുറത്ത് രക്തച്ചൊരിച്ചില്, പിന്നെ കൈകാലുകള്, കൈയും കാലിൽ നിന്നും എല്ലാം രക്തച്ചൊരിച്ചില്, ആണി അടിക്കുമ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞു, വേർപ്പ്, തലയിൽ നിന്നുള്ള രക്തം, ബാക്കിൽ നിന്നുള്ള രക്തം, കയ്യിൽ നിന്നുള്ള രക്തം, കാലിൽ നിന്നുള്ള രക്തം, പിന്നെ അവസാന കർത്താവ് മരിച്ചപ്പോൾ എന്താ വിലാവിൽ നിന്ന് അവസാനം ഹാർട്ടിൽ കുറച്ച് ബ്ലഡ് ബാക്കി ഉണ്ടായിരുന്നു, പമ്പ് ചെയ്യുന്ന ഹാർട്ടിൽ നിന്നില്ല. അപ്പൊ അവിടുന്ന് വിലാവിൽ നിന്ന് കുത്തിയപ്പോഴത്തേക്ക് ആ രക്തവും കൂടെ ആറാമത്തെ രക്തച്ചൊരിച്ചിൽ. പിന്നെ കർത്താവിന്റെ ദേഹം മൊത്തം ബ്രൂയിസ്ഡ് ആയിരുന്നു. ക്രഷ്ഡ് ഫോർ ഇനിക്വിറ്റീസ് എന്ന യേശയ്യാവ് 53 4-5 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. അതാ ഏഴാമത്തെ രക്തച്ചൊരിച്ചിൽ മൊത്തമായിട്ടുള്ള ഒരു രക്തച്ചൊരിച്ചിൽ. അപ്പൊ അതുപോലെ 7 തവണ രക്തം ചൊരിച്ച് എന്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ടിയാ. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് വേണ്ടിയാ കർത്താവ്. അതുപോലെ അത് നിങ്ങൾ ഇന്ന് തന്നെ രാത്രിയിൽ, ഇന്ന് ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഇന്ന് തന്നെ രാത്രിയിൽ കർത്താവിന്റെ മുമ്പാകെ ചെന്നിരുന്ന കർത്താവ് എനിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്ത് അവസാനത്തിൽ രക്തവും ചൊരിഞ്ഞാലേ എൻ്റെ കുഞ്ഞിന് പാപക്ഷമയാവത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതെല്ലാം ഉപരിയായിട്ട് കർത്താവ് ആ നിത്യ നരകാഗ്നി, ആ 12 മണി, ഉച്ച 12 മണി മുതൽ 3 മണി വരെയുള്ള ആ 3 നാഴിക നേരം കൊണ്ട് നരകാഗ്നിയിലൊക്കെ വെന്തുരുകി പിതാവിനുള്ള ആ സ്നേഹബന്ധമൊക്കെ വിച്ഛേദിക്കപ്പെട്ട് കർത്താവ് നരകത്തിൽ എനിക്ക് വേണ്ടി, ഞാൻ നിത്യമായിട്ട് സഹിക്കേണ്ട നരകാഗ്നി കർത്താവ് എനിക്ക് വേണ്ടി സഹിച്ചു. കർത്താവ് ഇത്രയെല്ലാം എനിക്ക് വേണ്ടിയാ സഹിച്ചേ എന്ന് പരിശുദ്ധാത്മാവിനെ നമ്മളോട് വെളിപ്പെടുത്തി തരാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പൊ അതാ വരുമ്പോൾ നമ്മൾ ആ കർത്താവിന്റെ സ്നേഹത്തിന് മുമ്പായിട്ട് നമ്മളങ്ങ് കീഴടങ്ങി പോകും. കർത്താവേ, ഞാൻ എത്ര പാപിയാണ്, എനിക്ക് വേണ്ടി അവിടെ ഇത്രയെല്ലാം ചെയ്തല്ലോ കർത്താവ്, എനിക്ക് വേണ്ടി ജീവിക്കേണ്ട, അങ്ങക്ക് വേണ്ടി ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അങ്ങയുടെ അടുക്കൽ വരുന്നു എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്കൊരു ഉറപ്പ് തരും. എന്റെ അടുക്കൽ വരുന്നതിനെ ഞാൻ ഒരു നാൾ തള്ളിക്കളയിൽ ഉപേക്ഷിക്കുകയില്ല. യോഹന്നാൻ 6:37 വാക്യം, ഹി ഹു കംസ് ടു മീ ഐ വിൽ നെവർ കാസ്റ്റ് അവേ. സത്യം കർത്താവ് നമുക്ക് ഒരു അഷുറൻസ് തരും. ആസ്ക് ദി ലോർഡ് ടു ഗിവ് യു ദ അഷുറൻസ്. ഡെയിലി റീഡ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ആസ്ക് ദി ലോർഡ് ടു സ്പീക്ക് ടു യുവർ ഹാർട്ട് ആൻഡ് ആസ്ക് ദി ലോർഡ് ടു ഫിൽ യു വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ചിലപ്പോൾ ആ ഒരു രക്ഷയുടെ ഒരു ഉറപ്പ് അങ്ങ് ബാസിലേറ്റ് ചെയ്യുന്നവർക്ക്, ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ജനിച്ചുകൊള്ളുന്നവർക്ക് ആസ്ക് ദി ലോർഡ് ടു ഫിൽ യു വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ആ ഒരു പരിശുദ്ധാത്മ നിറവിനെ പ്രാർത്ഥന, പരിശുദ്ധാത്മ നിറവ് അങ്ങ് വരുമ്പോൾ പിന്നെ രക്ഷയുടെ ഉറപ്പ് ഓട്ടോമാറ്റിക്കലി ഉണ്ടായിക്കോളും. ആ ഒരു കർത്താവിന്റെ ഒരു ശക്തിയും ബലവും എല്ലാം കൂടെ നമ്മളെ അങ്ങ് നിറയ്ക്കും. അത് നമുക്ക് അതൊരു വലിയൊരു അഷുറൻസ് ആയിട്ട് അത് കർത്താവിനെ ഇൻ ഹിസ് ഓൺ പെക്യൂലിയർ യുണീക് വേ he will reveal to us that he has accepted us and forgiven us and he has made you his child.